ആ CIയുടെ തൊപ്പി ഊരേണ്ടത് ഈ നാട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. എന്റെ വരാന്ത നിരങ്ങേണ്ട. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അഹങ്കാരം കാണിച്ച പോലീസുകാർക്ക് നേരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആഞ്ഞടിക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം തന്നെ തുറക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്ന ആ ഇരുണ്ട നാളുകളിൽ ആലപ്പുഴയിൽ വെച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീണിനെതിരെയും മറ്റ് പ്രവർത്തകർക്കെതിരെയും പോലീസ് അഴിച്ചുവിട്ട മൃഗീയമായ ആക്രമണങ്ങളിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല എന്ന കൃത്യമായ പ്രഖ്യാപനമാണെത്തുന്നത്. ഇന്ന് സംസ്ഥാനത്ത് ഭരണം മുറുകുകയും രമേശ് ചെന്നിത്തല പുതിയ ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമതലയേൽക്കുകയും ചെയ്ത ശേഷം ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി വേട്ടയാടിയ പോലീസുകാരെ മുന്നിലിരുത്തി KC വേണുഗോപാൽ അവരുടെ തൊപ്പി ധരിക്കുന്ന രീതിയിൽ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട മനുഷ്യത്വരഹിതമായ രീതിയിൽ അന്ന് CI നേരിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നും അന്ന് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആ CIയുടെ തൊപ്പി ഊരേണ്ടത് ഈ നാട്ടിൽ അത്യന്താപേക്ഷിതമാണെന്നും KC ഓർമ്മപ്പെടുത്തുകയാണ്. മുൻ ഭരണകൂടത്തിന്റെ തണലിൽ അന്ന് ആക്രമണം കാട്ടിയ പോലീസുകാർ ഇന്ന് രക്ഷപ്പെടാനായി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള UDF നേതാക്കളുടെ വീടുകളിൽ സ്വാധീനത്തിനായി വരാന്ത നിരങ്ങി നടക്കുകയാണ് എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലും ഇവിടെ അദ്ദേഹം നടത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് എന്റെ വരാന്ത നിരങ്ങേണ്ട എന്ന കടുത്ത താക്കീത് ആക്രമികളായ പോലീസുകാർക്ക് അദ്ദേഹം നൽകുന്നത്. ST കോളേജിന് മുൻപിൽ വെറും 2 കൊടികളുമായി സമാധാനപരമായി പോയ പാവങ്ങളായ തോമസിനോടും അജയ് കുര്യാക്കോസിനോടും അന്നത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് ഗൺമാൻ കാണിച്ച ക്രൂരതയ്ക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ് തോമസിന്റെ സ്ഥാനാർത്ഥിത്വവും ആലപ്പുഴയിലെ കോൺഗ്രസിന്റെ ഉജ്ജ്വല മുന്നേറ്റവുമെന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്ന് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായിട്ട് ആക്രമിച്ച സ്വന്തം സ്റ്റാഫിൽപ്പെട്ട ഒരാൾക്ക് പ്രമോഷൻ നൽകി ആദരിക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. എന്നാൽ ജനങ്ങൾക്ക് മറവി രോഗമില്ല എന്ന് തെളിഞ്ഞതായിട്ടും ഇന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ട് ചാർജ് എടുത്ത ഉടൻ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയിലേക്ക് കടന്നതിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നതായിട്ടും അദ്ദേഹം വ്യക്തമാക്കി. അന്ന് പിണറായിയുടെ തണലിൽ ആക്രമണം അഴിച്ചുവിട്ടവർ ചെയ്ത തെറ്റിന് കൃത്യമായ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നും പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഗവൺമെന്റ് അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം അടിവരയിട്ട് പറയുകയും ചെയ്ത രംഗങ്ങൾ ചേർക്കുന്നു. കാണാം. യൂത്ത് കോൺഗ്രസ് ലാത്തിച്ചാർജ് അത് പ്രവീണിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ചിത്രം ആ പോലീസ് SCയുടെ ആഭ്യന്തരമന്ത്രി കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിച്ച CI അന്ന് ഞങ്ങളിവിടെ ആലപ്പുഴയിൽ വെച്ച് പറഞ്ഞിരുന്നു ആ CIയുടെ തൊപ്പി ഊരേണ്ടത് ഈ നാട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ആ വിഷ്വൽ കണ്ടാൽ മനസ്സിലാവും ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്വഭാവം. ഇതുപോലെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ലാത്തിച്ചാർജ് ഉണ്ടാവാറുണ്ട് എല്ലായ്പ്പോഴും. ഈ ലാത്തിച്ചാർജ് അല്ലായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിട്ട് പോലും ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ യുവജന നേതാവായിട്ട് പോലും വളഞ്ഞിട്ട് പിടിച്ചിട്ട് നേരിട്ട് CI അടിക്കുകയായിരുന്നു ഭീകരമായിട്ട്. അന്ന് പിറ്റേന്ന് ഇവിടെ ആലപ്പുഴയിലുണ്ടായ പൊതുയോഗത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുകയുണ്ടായി. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി അക്കാര്യത്തിൽ ശ്രദ്ധിക്കുക, മറ്റു കാര്യങ്ങൾ എടുത്ത നടപടിയെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ആ കാര്യത്തിൽ ആ പോലീസുകാരൻ നമ്മുടെയൊക്കെ UDFകാരുടെയൊക്കെ വീടുകളിൽ ഒന്ന് വരാൻ നടക്കുന്നുണ്ടാവും. ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ് കണ്ടുപിടിച്ചവരായിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലത്ത് ഏറ്റവും കൂടുതൽ പോലീസുകാർ തല്ലിയവരും പിടിച്ചവരൊക്കെ തന്നെ അവർ നമ്മുടെ തന്നെ ഇപ്പം ഞാനടക്കമുള്ളവരുടെ മുന്നിലേക്ക് വരും. ഒരു കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രവർത്തകനെ വളഞ്ഞിട്ട് ഒരു കാരണമില്ലാതെ ആക്രമിച്ചവനെ വെറുതെ വിടുന്ന പ്രശ്നമുണ്ടാകില്ല എന്നുള്ള ഉച്ചസ്ഥല തീരുമാനം നമുക്കെടുത്തേ മതിയാകും. തോമസിൻ്റെയും അജോയ് കുര്യാക്കോസിൻ്റെയും നമ്മൾ ST കോളേജിൻ്റെ മുമ്പിൽ പാവങ്ങൾ 2 കൊടിയുമായിട്ട് പോയതാണ്. ആ കൊടിയായിട്ട് ഒരു പോലീസ് ഗൺമാൻ കാണിച്ച അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോയവരുണ്ട്, എന്നെ ആക്ഷേപിച്ചവരൊക്കെ ഉണ്ട് ഒരുപാട് പേര്. പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ ആദ്യത്തെ കൺവെൻഷനിൽ പറഞ്ഞിരുന്നു തോമസിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസിന്റെ ലാത്തിയടിയേറ്റ് പിടഞ്ഞ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാർക്കുള്ള ഏറ്റവും വലിയ കോൺഗ്രസിന്റെ UDFിന്റെ സമ്മാനമാണ്, പ്രതീകമാണ്.
തോമസിന്റെ കൺവെൻഷനിൽ നമ്മൾ പറഞ്ഞു അത് ആലപ്പുഴയിലെ ജനങ്ങൾ അത് തീരദേശം മാത്രമൊന്നുമല്ല, തീരദേശം ഒന്നായിട്ടിളകി. അത് തീരദേശം എന്നും കോൺഗ്രസിനോടൊപ്പം ശക്തമായി നിന്നു, തോമസ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ നിന്നു. പക്ഷെ ആലപ്പുഴ മണ്ഡലത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളെല്ലാം എന്തെല്ലാം പ്രചരണമായിരുന്നു? ഒറ്റക്കെട്ടായി നിന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ തോമസ് പിണറായി വിജയന്റെ മനസ്സിൽ നോവുന്ന ഒരു വേദനയായി എന്നും ഇവനെ കാണുമ്പോൾ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം. ഇനി ഒരു ആരായാലും ഒരു ഭരണാധികാരി നമ്മൾ പ്രതീക്ഷിച്ചത് ആ അടി നടന്നപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് ഒരു ഖേദം പ്രകടിപ്പിക്കും. ശരിയായില്ല. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ജീവിതത്തിന്റെ യാതൊരു വിധമായിട്ടുള്ള സൗകര്യങ്ങളില്ലാതെ മീൻ പിടിച്ചിട്ട് മത്സ്യബന്ധനം നടത്തി ജീവിച്ചിട്ട് കേസുകാരനായി പോയി എന്നുള്ളതുകൊണ്ട് ഈ കുപ്പായ വിട്ട് നടന്ന് ഒരു സമരത്തിന് വന്നൊരു ചെറുപ്പക്കാരനെ ഇങ്ങനെ മൃഗീയമായി ആക്രമിച്ചു തീർക്കുമ്പോൾ, ആ ആക്രമിച്ചു തീർക്കുന്നത് സ്വന്തം സ്റ്റാഫിൽപ്പെട്ട ആളായാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞതിന് പകരം അയാൾക്ക് പ്രമോഷൻ കൊടുക്കുകയാണ് പിണറായി വിജയൻ ചെയ്ത്. അയാൾക്ക് പ്രമോഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മനസ്സിൽ അതെല്ലാം ഉണ്ടായി. അവരാരും മറക്കുന്നവരല്ലല്ലോ. ആ മറവി രോഗമില്ലാത്ത ജനങ്ങൾ കൃത്യമായിട്ട് കുറിച്ചിട്ടെഴുതി കൊടുക്കുകയായിരുന്നു വിജയത്തിലൂടെ. ആഭ്യന്തരമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കാൻ അക്കാര്യത്തിൽ. അദ്ദേഹം ചാർജ് എടുത്ത ഉടൻ തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. കേസുണ്ട്. ഇപ്പോൾ കേസൊക്കെ അവരൊക്കെ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ആ രണ്ടുപേരും അപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി വരുന്ന ജാമ്യമല്ല, കേസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ചിത്രമൊക്കെ കണ്ടപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വരുന്ന പോലെയാണ് അവരുടെ മുഖത്തെ ഭാവം. ഒരു കാര്യം ഉറപ്പാണ്, ഈ കാര്യത്തിൽ ഇത്ര മൃഗീയമായിട്ടുള്ള ആക്രമണം നടത്തിയ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണ്ടി വരും. അത് ഗവൺമെൻറ് അക്കാര്യം ഉറപ്പുവരുത്തുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രത്യാശിക്കുകയാണ് എന്നുള്ളത് സംശയം.